ഇത് പിന്നെ കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് പോവാ. നാട്ടിലൊന്നും മീറ്ററൊന്നുമില്ല. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ കോഴിക്കോട്ടേക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ബസ്സിലാണ് പോകുന്നത്. ആദ്യം നമുക്ക് നിലമ്പൂരിലെത്തണം, പിന്നെ നിലമ്പൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ബസ്സിൽ പോകണം. അങ്ങനെയാണ് വീഡിയോ. ഇപ്പോൾ ഞാൻ നിലമ്പൂർ ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് അരീക്കോട് വഴി കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സിനാണ് ഞാൻ പോകുന്നത്. നമ്മൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അവസ്ഥ നോക്കി, എത്രങ്ങാനും ചളിയും ഇതൊക്കെ. കാരണം എത്ര ഇവിടെയൊക്കെ വർക്ക് ചെയ്താലും ഇതേപോലെ തന്നെയാണ്. മാറി മാറി വരുന്ന ഭരണാധികാരികളും എന്തുണ്ടായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അവസ്ഥ തന്നെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ബസ് കയറിയിട്ടുണ്ട്. ബസ് അരീക്കോട് വഴിയാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത്. ബസ്സിൽ അത്യാവശ്യം സീറ്റുണ്ട്, കുറച്ചൊക്കെ കാലിയാണ്. മഞ്ചേരി ഭാഗത്ത് കൂടെ കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സിൽ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത്. ഇതാകുമ്പോൾ കുറച്ച് തിരക്ക് കുറഞ്ഞിരിക്കാമല്ലോ. ബസ്സിൽ നല്ല ഫ്രീ സ്പേസാണ്, പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു വൈബാണ് ഇപ്പോൾ ഈ സമയത്ത് പോകാൻ. അങ്ങനെ നമ്മൾ നിലമ്പൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കനോലി പ്ലോട്ടിൻ്റെ അവിടെ എത്തി. കനോലി പ്ലോട്ട് നിങ്ങൾ കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. ഏറ്റവും അടിപൊളി മനോഹരമായ പ്ലേസാണ്. ഇപ്പോൾ ആണെങ്കിൽ മഴയൊക്കെ ആയിട്ട് നല്ല ഗ്രീനറി കുറച്ച് കൂടിയേക്കണേ. നമുക്ക് ഏകദേശം 2 മണിക്കൂർ യാത്ര ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ 10 മണിക്ക് ഏകദേശം എത്തുന്ന പറഞ്ഞത്. നോക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ പോണ റൂട്ട് അരീക്കോട് റൂട്ടാണ്. അരീക്കോട് മുക്കം അങ്ങനെ കോഴിക്കോടാണ്. മറ്റേ റൂട്ട് ഭയങ്കര തിരക്കും, ബസ്സിൽ ഫുള്ള് ആൾക്കാരും, കുറച്ചും കൂടി ബ്ലോക്ക് കൂടുതലേക്കാരും. ഇത് പിന്നെ കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് പോവാം. അപ്പം അങ്ങനെ നമ്മൾ കനോലി പ്ലോട്ടിൻ്റെ അവിടെ കഴിഞ്ഞ് അങ്ങനെ ഇടവണ്ണൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരീക്കോട് റോഡിലേക്ക് കയറിയപ്പോൾ നല്ല മഴ. ഈ സമയത്ത് യാത്ര ചെയ്യാനും നല്ല ഫീലാട്ടോ. മഴയും ബസ്സിൽ ചെറിയ സോഗും നല്ലൊരു വൈബ്. എന്താണെന്നറിയില്ല, ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്തായാലും കുറച്ചേരം ഉറങ്ങട്ടെ. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടോ. ബാക്കിലൊക്കെ തിരക്ക്, ഫുൾ റഷാണ്, ഭയങ്കര റഷാണ് കോഴിക്കോട്. ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് എത്തിയിട്ട് കല്യാൺ ജ്വല്ലേഴ്സൊക്കെ ഉണ്ടോ, ബാക്കിലുണ്ട് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെയൊക്കെ ബിൽഡിങ് കണ്ടോ. അപ്പം ഞാൻ ഇനി നമ്മളെ പരിപാടിക്ക് പോട്ടെ. അപ്പോൾ പരിപാടി കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ എന്താ പറയുക, സിറ്റിയൊക്കെ കാണിച്ചു തരാം സെറ്റായിട്ട്. ഇപ്പം നമ്മൾ സ്ഥലത്ത് എത്തട്ടെ. ആദ്യം വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ചായ കറക്റ്റായിട്ട് കുടിച്ചിട്ടില്ല. അങ്ങനെ അധികമൊന്നും കഴിക്കുന്നില്ല. ഒരു ചായയും ഒരു ചെറിയൊരു പപ്സും. അത് ഞാനിപ്പോൾ ഇവിടെ പുതിയറ റോട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചായയും പെപ്സും കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. നല്ല കുഴപ്പമില്ലാത്ത പപ്സ്, മുട്ട പപ്സ് ആയിരുന്നു, ഒരു ചായയും. ഇനി ചായ ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഒരു എനർജി കിട്ടുമല്ലോ. എന്നിട്ട് നമ്മൾ പരിപാടികളിലൊക്കെ കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടുന്ന് ഓട്ടോയിൽ കയറി. അപ്പോൾ ഓട്ടോയിൽ ഞാൻ പോകേണ്ട സ്ഥലം പറഞ്ഞു കൊടുത്തപ്പോൾ ഓട്ടോക്ക് ചാർജ് എത്ര ചോദിച്ചപ്പോൾ പറഞ്ഞു ചാർജ് മീറ്ററാണ്, ഇവിടെ മീറ്റർ നോക്കിയിട്ടാണ് പൈസ എടുക്കുന്നതെന്ന്. ഇതെന്തായാലും നല്ലൊരു കാര്യമായിട്ട് തോന്നി, മീറ്റർ നോക്കിയിട്ട് പൈസ കൊടുക്കില്ലേ, പിന്നെ തർക്കിക്കാൻ നിൽക്കണ്ടല്ലോ. അങ്ങനെ നമ്മളെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പം നമുക്കിനി തിരിച്ച് എന്താ പറയുക, നമ്മളെ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണം, നിലമ്പൂർക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഇവിടെ കോഴിക്കോട് നല്ല വെയിലാട്ടോ, നല്ല വെയിൽ. പക്ഷേ എന്താ വെച്ചാൽ വന്ന സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു, ചൂടില്ല കേട്ടോ. ഇടയ്ക്ക് മഴ വീണുകൊണ്ട് നല്ല സുഖമാണ്. വെയിൽ അറച്ചാൽ അത്ര ചൂടൊന്നുമില്ല. അപ്പം നമുക്ക് ഈ കോഴിക്കോട് സ്റ്റാൻഡൊക്കെ കാണിച്ചു തരാം. സ്റ്റാൻഡ് കാണാത്ത കുറേ ആൾക്കാരില്ലേ, മിസ് ചെയ്ത കുറേ ആൾക്കാർ, സ്റ്റാൻഡൊക്കെ മിസ് ചെയ്യണ ആൾക്കാർ, സ്റ്റാൻഡ് കാണാത്തല്ല സ്റ്റാൻഡ് മിസ് ചെയ്യണ കുറേ ആൾക്കാരുണ്ട്. അവർക്ക് കോഴിക്കോട് സ്റ്റാൻഡൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതാണ് കോഴിക്കോട് സ്റ്റാൻഡ്. ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ള കോഴിക്കോട് സ്റ്റാൻഡ്. ഒരുപാട് പ്രാവശ്യം ഇങ്ങോട്ടൊക്കെ പല ഇൻ്റർവ്യൂവിനും അതിനും ഇതിനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോഴും അതേപോലെ തന്നെ ഒരു വ്യത്യാസം തോന്നുന്നില്ല. എല്ലാവർക്കും ചിലപ്പോൾ ഇത് കാണുമ്പോൾ പണ്ട് കോഴിക്കോട് പോയ ഓർമ്മകളൊക്കെ വരും.
ആ ഒരു ഓർമ്മകളൊക്കെ ഒന്നും കൂടി പുതുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരെയും ഞാനിതൊന്നും കൂടി കാണിക്കുകയാണ്. അപ്പോൾ എനിക്കെന്തായാലും പോകേണ്ട ബസ് അവിടെ ഉണ്ട്. അപ്പോൾ ബസ് എടുക്കാൻ 3 മണിയാവും. അപ്പം ഇനി ബസ്സിൽ കയറിയിട്ട് കാണാം. ഇതാണ് എനിക്ക് പോകേണ്ട ബസ്. വഴിക്കടവിലേക്ക് പോകുന്ന ബസ്സാണ്. എനിക്ക് നിലമ്പൂരാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ ബസ്സിൽ പോയിട്ട് നമുക്ക് സീറ്റ് പിടിക്കാം. ആരുമില്ല കേട്ടോ. കുറച്ചൊക്കെ ചൂടുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ വെയിലൊക്കെ ആയി തുടങ്ങി ബസ്സിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നല്ല ചൂടുണ്ട്. ഹലോ, അപ്പോൾ ഞാൻ നമ്മളെ വീഡിയോ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകേണ്ട ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. കാരണം ട്രിപ്പ് ഒന്ന് കട്ട് ചെയ്യാണ്. വേറെ ട്രിപ്പ് നാളെ തന്നെ വേറെ ട്രിപ്പ് പോകണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരും പെട്ടെന്ന് തന്നെ. അപ്പം ഞാൻ ഒരുപാട് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ, പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല. അടുത്തൊരു വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് ഞാൻ അടുത്ത പോണ ട്രിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.